ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോഴത്തേക്കും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട്, രവിയേട്ടന് കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പം അച്ഛൻ വീട്ടിൽ വന്നു ഡിസ്ചാർജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ മൈൻഡ് ചെയ്യാതെ നിന്ന് നമ്മുടെ രേവതി പൂ കെട്ടുകയാണ് കേട്ടോ. മൈൻഡ് ചെയ്യുന്നില്ല. സച്ചിയാണെങ്കിൽ തറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിനെ. അപ്പം വീണ്ടും ലക്ഷ്മി പറഞ്ഞു, അതെ രേവതി ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം, പിന്നെ മോൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്താ ഈ പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നതെന്ന് രേവതി ചോദിച്ചു. അപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോടി നീ ചോദിച്ചു. എന്നിട്ട് പിന്നെ ലക്ഷ്മി പറഞ്ഞു, അതെ ഇവക്ക് വേണ്ടി ഞാൻ മോനോട് ക്ഷമ ചോദിക്കുകയാണ്. രേവതി അവരുടെ കല്യാണത്തിന് സാക്ഷി എന്ന നിലയിൽ ഒപ്പിടരുതായിരുന്നു, അതൊരു വലിയ തെറ്റ് തന്നെയാ മോനെ, അത് ഒന്ന് ക്ഷമിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് കൈ കൂപ്പുവാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇതെന്താ അമ്മ പറയുന്നത്, ദേ ഇങ്ങനെ വേണ്ട, അമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അമ്മ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കണത്, ഞാൻ ചിലർ വിശ്വസിച്ചു പോയി, അതാ തെറ്റായി പോയത്, അല്ലാതെ വേറൊന്നും അല്ല, അതിന് അമ്മ ഇങ്ങനെ കൈകൂപ്പൊന്നും ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എങ്കിൽ പിന്നെ മോനൊരു കാര്യം മോൻ ബാ, മോന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം, അയ്യോ ചായ ഒന്നും വേണ്ട, ഞാൻ പോവുക. അതെ രേവതി ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ചോദിച്ചു, എവിടേക്ക് പോകാനാ, ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞു നിന്നോട് അങ്ങോട്ടേക്ക് വരേണ്ടത്, ഞാനല്ലേ നിന്നോട് അങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് പറഞ്ഞത്, ഇപ്പം ഞാനാ വിളിക്കുന്നത് അങ്ങോട്ടേക്ക് വരാൻ. ഓഹോ, എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങൾ അത്ര പെട്ടെന്ന് മറന്നുപോയോ, എന്നെ വിരട്ടി വിട്ടതല്ലേ, എന്നിട്ട് ഇപ്പം എന്നെ കാണാനും എന്നെ വിളിക്കാനും വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ദേവു നീ എന്താണ് പറയുന്നത്, സച്ചി പറയുന്നത് കേൾക്ക്, നീ അവൻ്റെ കൂടെ പോവുക. ദേ എനിക്ക് പറ്റില്ല, അമ്മ മിണ്ടാതിരിക്കുക, അമ്മ ഇതിൽ ഇടപെടണ്ട, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ 1000 തവണ ഇയാളോട് പറഞ്ഞതാ, എന്നിട്ട് ഇയാൾ അതൊന്നും കേട്ടില്ലല്ലോ, എന്നിട്ട് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായിട്ടാണോ എന്നെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, കുറ്റബോധം തോന്നിയത് കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണോ, ആണോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, കുറ്റബോധം, എനിക്കെന്തിനാ കുറ്റബോധം, എനിക്കാരോടും കുറ്റബോധമൊന്നുമില്ല, അപ്പം പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, എൻ്റെ തലവിധി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, വേറൊരു വഴിയില്ല, നീ ചെന്നാലേ അച്ഛൻ മരുന്ന് കഴിക്കുള്ളൂ എന്നാ പറയുന്നത്, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഓഹോ, അപ്പം അച്ഛൻ പറഞ്ഞിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ സ്വയം തോന്നിയല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ലോ, പിന്നെ എന്തിന് ഞാൻ നിങ്ങളുടെ കൂടെ വരണം, നിങ്ങൾക്ക് എന്നെ കാണണമെന്നോ കൂട്ടിക്കൊണ്ട് പോകണമെന്നോ ഒന്നും തോന്നിയില്ലല്ലോ, അച്ഛൻ നിർബന്ധിച്ചു, അച്ഛൻ ഗുളിക കഴിക്കാത്തത് കൊണ്ട് എന്നെ കാണാൻ വന്നു. അപ്പൊ വീണ്ടും ലക്ഷ്മി പറഞ്ഞു, രേവതി നീ എന്തൊക്കെയാ പറയുന്നത്, നീ സച്ചിയുടെ കൂടെ ചെല്ല്, അവൻ വിളിച്ചതല്ലേ, ദേ അച്ഛൻ പറഞ്ഞു വിട്ടതല്ലേ, അദ്ദേഹം മരുന്നൊന്നും കഴിക്കുന്നില്ലെന്ന്, നീ ചെല്ലു മോളിങ്ങനെ വാശി പിടിക്കാതെ എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, എൻ്റെ അച്ഛന് വീണ്ടും അസുഖം ഉണ്ടാക്കി വെക്കരുത്, എൻ്റെ അച്ഛനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ വരാൻ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, മോനെ നീ സമാധാനപ്പെട്, അവള് വരും, ദേ എൻ്റെ ലക്ഷ്മി അല്ല എൻ്റെ രേവതി നീ ഒന്ന് ചെല്ല്, നീ കൂടെ ചെല്ല് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ദേവും പറഞ്ഞു, ദേ എന്താ ഈ കാണിക്കുന്നത്, ചേച്ചി ചെല്ല്, സച്ചേൻ്റെ കൂടെ ചെല്ല് പ്ലീസ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, നിന്റെ മുന്നിൽ വന്ന് കെഞ്ചേണ്ടതേ എൻ്റെ ഗതികേടാ, നീ കാരണമാ എൻ്റെ കാർ കൈവിട്ടു പോയത്, നീ ഒറ്റയൊരുത്തി കാരണമാ ഇതൊക്കെ സംഭവിച്ചത്, പ്രമാണം എവിടെ തെരഞ്ഞിട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കാറ് വിറ്റത്, പ്രമാണം ആരുടെ കയ്യിലാണോ ഇരിക്കേണ്ടത് അയാളുടെ കയ്യിൽ തന്നെയാണ് ഞാൻ പ്രമാണം കൊടുത്തത്, അച്ഛൻ്റെ കയ്യിൽ കൊടുത്തായിട്ട് ഞാൻ അറിഞ്ഞു, അത് മുമ്പേ എന്നോട് പറയണമായിരുന്നു, നീ അതും എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, നീ എന്നോട് പറഞ്ഞോ അത്, ഇല്ലല്ലോ, നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചെന്നറിയാമോ, നീ വിളിച്ചിട്ട് ഫോൺ എടുത്തോ, ഇവിടെ ഒന്ന് നോക്കി ഇപ്പം ആരെയും കാണാനില്ല, വീട് പൂട്ടിയിട്ടിരിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത്, അപ്പോഴത്തെ എൻ്റെ ഗതികേട് എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയതായിരുന്നു, ഇവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അറിഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ നിങ്ങളെ ആരെയും കണ്ടില്ല, അത് പിന്നെ മോനെ അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടി രേവതി ക്ഷേത്രത്തിൽ ക്ഷയണപ്രദക്ഷിണ നടത്തിയിരുന്നു, അത് കഴിഞ്ഞൊരു സ്വാമിനീനെ കാണാൻ പോയിരുന്നു, അതാ മോനെ, അതാ പറ്റിപ്പോയത്, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും എല്ലാത്തിനും ഒരു കാരണമുണ്ട്, അതൊക്കെ വിട, ഇപ്പം ഇവൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എനിക്കതാ അറിയേണ്ടത്, എൻ്റെ അച്ഛൻ്റെ ജീവിതം അതാ എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ അച്ഛൻ്റെ ജീവനും എനിക്ക് വലുത്, അതുകൊണ്ട് നീ പറ, നീ വരുന്നുണ്ടോ ഇല്ലയോ, ഞാൻ വരാം, പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ അച്ഛന് വേണ്ടി, ഞാൻ ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യന് വേണ്ടി ഞാൻ വരാം, അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇവിടെ വന്ന് കെഞ്ചി കാല് പിടിച്ചിട്ട് ഞാൻ വരുന്നതല്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് കലി വന്നിട്ട് സച്ചി അങ്ങ് പുറത്തേക്ക് പോയിട്ടോ.
അങ്ങനെ രേവതി പേഴ്സൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, മോളെ നീ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അവൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നില്ലേ, മോളൊരു കാര്യം ചെയ്യുക, സന്തോഷത്തോടെ പോയിട്ട് വാ. സന്തോഷം? എന്ത് സന്തോഷം അമ്മ എനിക്ക്? ബാക്കിയുള്ളവരുടെ സന്തോഷമൊക്കെ അല്ലേ എല്ലാവർക്കും വലുത്, എൻ്റെ സന്തോഷം അതാരും നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് ഇറങ്ങി പോകുകയാണ് കേട്ടോ. ലക്ഷ്മി വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. കൂടെ ശരത്തും അതുപോലെ തന്നെ നമ്മുടെ ദേവും ഉണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയാണ്. അങ്ങനെ ചന്ദ്ര പറയുന്നത് ഒന്ന് കേക്ക് രവിയേട്ട മെഡിസിൻ കഴിക്ക്, അച്ഛൻ എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പൊ ശ്രുതിയും പറഞ്ഞു, ദേ അച്ഛ മെഡിസിൻ കഴിക്ക്, നമുക്ക് ആഹാരം കഴിക്കാതെ മെഡിസിൻ കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആഹാരം കുറച്ച് കഴിക്കുക, എന്നിട്ട് മെഡിസിൻ കഴിക്കുക. അപ്പൊ ശ്രുതി പറഞ്ഞു, ചെറിയ കുട്ടികളെ പോലെ അച്ഛൻ എന്തിനാ വാശി പിടിക്കുന്നത്, ദേ ഒരു കാര്യം ചെയ്യ അമ്മേ, ആ മെഡിസിൻ ഇങ്ങെടുത്തെ, ആ വെള്ളം ഇങ്ങെടുത്തെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അതേ ശ്രുതി, ആഹാരം ഒന്നും കഴിക്കാതെ ഈ മെഡിസിൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എൻ്റെ പൊന്ന് രവിയേട്ട ഒന്ന് ആഹാരം കഴിക്ക്, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ ഒന്നും വേണ്ട, രേവതി വരട്ടെ. അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ നോക്കിയപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അതെന്താട്ടാ നീ ജോലിക്ക് പോകാത്ത, നീ ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ ജോലി ഉണ്ടായിട്ട് വേണ്ടേ. ജോലി ഇല്ലെന്നോ, എന്തായി നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറെ ഒന്നുമല്ല, ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചാൽ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നാളെ മുതൽ പോകാം, ഇന്നിപ്പോൾ പോകണ്ട, ഞാൻ അതാ ഇന്ന് ജോലി ഇല്ലെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛനൊരു കാര്യം ചെയ്യേ, ആഹാരം കഴിക്കുക, ആഹാരം കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കുക, ഞാനല്ലേ അച്ഛ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി, മോളെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കഴിക്കില്ല എന്ന്, വരട്ടെ രേവതി വരട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഇനി ഇയാളോട് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റത്തില്ല ശ്രുതി, ഇനി അവള് വരാതെ ഇയാളൊന്നും കഴിക്കത്തില്ലെന്നാ തോന്നുന്നത്, ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് ചുമ്മാ നിർബന്ധിക്കുക അല്ലാതെ വേറൊരു രക്ഷയില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിനെ കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ രേവതി വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. തന്നെ ആട്ടി അവിടെ നിന്ന് ഇറക്കി വിട്ടതും നമ്മുടെ സച്ചി ഓരോ കുത്തുവാക്ക് പറഞ്ഞതും ഒക്കെ അതൊക്കെ ഓർത്തിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ കയറി വരുന്നതിന് മുമ്പായിട്ട് തന്നെ സച്ചി അകത്തേക്ക് കയറി പോയിട്ട് പറഞ്ഞു, ഇതേ അവള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമായി രവീന്ദ്രന്. പതിയെ നമ്മുടെ രേവതി കയറി വന്നു. രേവതിനെ തന്നെ തുറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ ചന്ദ്രയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല, ശ്രുതിക്കും അത്രയും കൂടെ പിടിക്കുന്നില്ല. അവർ തറപ്പിച്ച് തന്നെ നോക്കുക. നമ്മുടെ രേവതി എന്താ ചെയ്തത്, ഓടി രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ട്, അച്ഛ എന്നോട് ക്ഷമിക്കച്ച, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അച്ഛ മാപ്പാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കാലയിൽ അങ്ങ് വീണപ്പോഴത്തേക്ക്, മോളെ എന്താ ഈ കാണിക്കുന്നത്, മോളെ എണീക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, അവള് നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിലൊക്കെ കയറ്റി ഇറക്കിയിട്ട് ഇനിയിപ്പം എങ്ങോട്ടേക്കാണോ ഇനി അടുത്തത്, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, അപ്പം ഇങ്ങനെ മെഡിസിൻ കഴിക്കില്ല, ആഹാരം കഴിക്കില്ല, എന്തൊക്കെയാ, എനിക്ക് കാലിൽ തരിച്ചു കയറുന്നുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്ര. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ടാട്ടോ, മോൾ ഇങ്ങോട്ട് കയറി വാ എന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ അടിച്ച് അടുത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ ഇതേ നിന്റെയും കൂടെ വീടാ, അതുകൊണ്ട് നീ ഇവിടെയാ കഴിയേണ്ടത്, നീ വേറെ ഒരു സ്ഥലത്തും അല്ല പോകേണ്ടത്, അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോൾ ഈ വീട്ടിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ കൈ കൂപ്പാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രന് മുന്നില്. അച്ഛ, ശ്രീകാന്തും വർഷയും കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അച്ഛ, അതൊക്കെ അറിയാതെയാ ഞാൻ ശ്രീകാന്ത് വിളിച്ചപ്പം ശ്രീകാന്തിന്റെ കൂടെ പോയത്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, കള്ളം പറയാ, വെറും കള്ളം പറയാ, നീ ശ്രീകാന്തിന്റെ കൂടെ തന്നെ എല്ലടി ക്ഷേത്രത്തിൽ പോയത്, എന്നിട്ട് നീ അറിഞ്ഞില്ലെന്ന് ഇപ്പൊ ആരെ ബോധിപ്പിക്കാനാടി നീ പറയുന്നത്, എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പം അറിയാത്ത പോലെ അഭിനയിക്കുന്നു കണ്ടില്ലേ അവള്, നാണം കെട്ടവള്, അല്ലാതെ എന്താ പറയുക, എടി നീ ഇവിടുന്ന് ചോറ് തിന്നേണ്ട കുറച്ച് കൂറെങ്കിലും കാണിക്കത്തില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛാ ഞാൻ ശ്രീകാന്തിന്റെ കൂടെ ക്ഷേത്രത്തിൽ പോയി എന്നുള്ള കാര്യമൊക്കെ ശരിയാ, കല്യാണം ഇപ്പൊ വേണ്ട, കല്യാണം പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കല്യാണം നടത്താമെന്ന് ശ്രീകാന്ത് വർഷേനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്നോട് പറഞ്ഞത്. അത് കേട്ടിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഞാൻ അവിടെ ചെന്ന് വർഷയോട് എല്ലാം പറഞ്ഞ് വർഷേനെ സമാധാനപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നതാ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത് എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു, ദേ ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത് രവിയേട്ടാ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ, കണ്ണീന്ന് വെള്ളം വരുന്നത് കണ്ടില്ലേ, കള്ളികളുടെ കണ്ണീന്നാ ഇതുപോലെ വെള്ളം വരുന്നത്, കള്ളി പെരും കള്ളി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛ
ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം അച്ഛ. ഞാൻ ഒരിക്കലും നുണ പറയുന്നതല്ല. അച്ഛനും ഈ കുടുംബത്തിനും ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ഒരിക്കലും ഞാനിത് ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കണോ അച്ഛ. ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് ഞാൻ വരാൻ കാരണം ആരാ? ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനെ എൻ്റെ ദൈവമാ. അപ്പൊ പിന്നെ അച്ഛനെ വിഷമിപ്പിക്കുന്ന അപമാനപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ അച്ഛാ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന് വല്ലാത്ത വിഷമമുണ്ട്. സച്ചിയാണെങ്കിൽ നിന്ന് പല്ല് കടിച്ചിട്ട് ചോദിക്കുക, നീ ചെയ്തില്ലേടി? നീ എൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേടി? അതൊന്നും പോരെ നിനക്ക്? ഇനിയിപ്പോ നിനക്ക് അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? അവള് നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടില്ലേ? ഒന്നും അറിയാത്ത പാവത്തില് അവള് നിന്ന് മോങ്ങുന്നു. ഒറ്റോർണം വെച്ച് തന്നാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ട്, ഇതെല്ലാം ഞാൻ മറക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കാതെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാവരും? എന്തിനാ ഇതൊക്കെ എല്ലാവരും പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ പറയുന്ന ആരും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അച്ഛൻ എന്നെ വിശ്വസിക്കണം. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നെ ഒരിക്കലും തള്ളി പറയരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല അച്ഛാ. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എനിക്ക് ആരോടാ മോളെ ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമില്ല. അത് മോള് മനസ്സിലാക്ക്. ദേഷ്യപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഈ അച്ഛൻ ഇവിടെ ഇരിക്കുന്നത്. ജീവിതത്തിനോടും മരണത്തിനോടും മല്ലടിച്ചിട്ട് വന്നതാ. അതുമല്ല, ഞാൻ വളർത്തിയ എൻ്റെ മക്കള് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞില്ലേ? ഞാൻ സ്നേഹിച്ച എൻ്റെ മക്കള് എൻ്റെ പ്രതീക്ഷകളെല്ലാം കളഞ്ഞു. ആദ്യം സുധി, പിന്നെ ദേ ഇപ്പം ശ്രീകാന്ത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? ദേ ആയിസറ്റ് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛാ അങ്ങനെയൊന്നും പറയരുത് അച്ഛാ, എനിക്കിത് സഹിക്കാൻ പറ്റില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേവതി. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, മക്കളെ ഒരുപാട് ആശിച്ചു മോഹിച്ചുവാ വളർത്തി വലുതാക്കിയത്. എന്നിട്ടിപ്പം സംഭവിച്ചത് കണ്ടില്ലേ? എല്ലാം മാറി മറിഞ്ഞില്ലേ? അച്ഛന് എൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ട് അച്ഛാ, വലിയൊരു സ്ഥാനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ അപ്പുറമാ ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ മറന്നും അച്ഛനെ മറന്നും ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ മനസ്സിലുള്ള സ്ഥാനം എനിക്കറിയാം മോളെ. സ്വന്തം അച്ഛനെ പോലെ തന്നെയാ മോളെന്നെ കാണുന്നത്. പക്ഷേ എൻ്റെ മക്കള് അതുപോലെ അല്ലല്ലോ. എനിക്ക് മോളോട് യാതൊരു ദേഷ്യവും ഇല്ല മോളെ. ചെറിയൊരു പരിഭവം മാത്രം ഉണ്ടായിരുന്നു. അതും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പരിഭവം കൊണ്ട് നടക്കാൻ മാത്രം വലിയൊരു മനസ്സൊന്നും ഇപ്പൊ എനിക്കില്ല. പിന്നെ അന്ന് ശ്രീകാന്തിനോടൊപ്പം നീ ഇവിടെ ഇറങ്ങിയില്ലേ? ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നു എന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ മോൾ എന്നോട് പറഞ്ഞത്? മോള് സത്യം അറിയാഞ്ഞിട്ടും മോളെന്നോട് പറഞ്ഞില്ലല്ലോ. അത് കള്ളമല്ലായിരുന്നോ? അപ്പം മോൾ ഇപ്പോഴല്ലേ സത്യം പറയുന്നത്? അപ്പൊ എന്നോട് കള്ളമല്ലേ മോള് പറഞ്ഞത്? അന്ന് നീ എന്നോട് അത് പറഞ്ഞില്ലല്ലോ രേവതി. അതോർത്തിട്ടാ എനിക്ക് സങ്കടം. അച്ഛ എന്നെ ക്ഷേത്രത്തിന് പുറത്ത് നിർത്തി വർഷയെ കൂട്ടിക്കൊണ്ടു വരാമെന്നും പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് ശ്രീകാന്ത് പോയി. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ അവര് വന്നില്ല. ലാസ്റ്റ് സഹി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അകത്ത് കയറി പോയി. അപ്പോഴാ ഞാൻ ആ കാഴ്ച കണ്ടത്. അപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു അച്ഛാ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു അച്ഛാ. അതാ അവിടെ നടന്നത്. പിന്നെ അവിടുത്തെ മേൽശാന്തി എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇതിലൊപ്പിടിപ്പിക്കുകയായിരുന്നു. അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സാൽ ചെയ്തതല്ല അച്ഛാ. എന്നിട്ടും ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കി. ഞാൻ പറഞ്ഞത് അവരോട് വീട്ടിലേക്ക് വരണമെന്ന്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. പക്ഷെ അവര് വന്നില്ല. ശ്രീകാന്ത് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ചന്ദ്ര പറഞ്ഞു, കള്ളക്കഥ, വെറും കള്ളക്കഥ. ഇവള് കെട്ടിച്ചമച്ച കഥയാ ഇത്. ഇല്ലമ്മേ, ഞാൻ പറയുന്നത് സത്യമാ അച്ഛാ, ഞാൻ പറയുന്നത് സത്യമാ. ഞാൻ അന്ന് തന്നെ അച്ഛനോട് പറയണമായിരുന്നു. അതൊരു തെറ്റാന്ന് എനിക്കറിയാം. ഞാൻ എന്നെ ന്യായീകരിച്ച് പറയുന്നൊന്നുമല്ല. പക്ഷെ ഞാൻ ഇതിൽ കൂടുതൽ എന്താ അച്ഛ ചെയ്യേണ്ടത്? ഒരു വലിയ കയ്യബദ്ധം എനിക്ക് പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കുക അച്ഛ എന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതി ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക കേട്ടോ. സച്ചി ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. സച്ചിക്കാണ് കലി വരിക. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട മോളെ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിലൊന്നുമില്ല മോളെ. മോളോട് സ്നേഹം മാത്രമേ ഉള്ളൂ.
പിന്നെ അശോകനുണ്ടല്ലോ, അവൻ ചിലതൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് ഈ ചരട് കെട്ടി തന്നത് മോളാണല്ലേ? മോൾ അമ്പലത്തിൽ പോയി അച്ഛന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ? എനിക്ക് പെട്ടെന്ന് സുഖമാകാൻ വേണ്ടിയിട്ടല്ലേ മോൾ ഈ ചരട് കൊണ്ടുപോയി അത്രയും റിസ്ക് എടുത്ത് എന്റെ കൈ കെട്ടി തന്നത്? എനിക്ക് വേണ്ടി മോള് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അതെനിക്കറിയാം. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. മോക്ക് പിന്നെ എന്നോടുള്ള സ്നേഹം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്റെ മരുമകളായിട്ടല്ല, എന്റെ സ്വന്തം മകളായിട്ട് തന്നെയാ. എനിക്ക് രേവതി നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് പെമ്മക്കളില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നീയും സച്ചിയും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കഴിയണം, അതുമാത്രമേ ഈ അച്ഛന് ആഗ്രഹമുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ തന്നെ കഴിയണം. എൻ്റെ സച്ചിക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ ഈ അച്ഛൻ ആഗ്രഹം. വേറെ ഒന്നും ഈ അച്ഛന് വേണ്ട. ഇനി കയ്യിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ചിലപ്പം കാണത്തുള്ളായിരിക്കും ഈ അച്ഛൻ്റെ ആയുസ്. അയ്യോ അച്ഛ, അങ്ങനെയൊന്നും പറയരുത് അച്ഛ. എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് കാണണം. ഒരിക്കലും ദൈവം അച്ഛൻ്റെ ആയുസ് അങ്ങനെയൊന്നും എടുക്കില്ല. അച്ഛന് മെഡിസിൻ കഴിച്ചില്ലല്ലോ. അച്ഛൻ എന്താ അച്ഛാ മെഡിസിൻ കഴിക്കാത്തത്? ഞാൻ വന്നല്ലോ. ഇനി അച്ഛനൊരു കാര്യം ചെയ്യാം, മെഡിസിൻ കഴിക്കുക പ്ലീസ് അച്ഛ. ഞാൻ കഴിക്കും മോളെ, ഞാൻ കഴിക്കാം. മോള് വരാൻ വേണ്ടിയേ നോക്കിയിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, മോള് വരാൻ വേണ്ടി എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നില്ല, ഇവിടെ മറ്റുള്ളവർ കഷ്ടപ്പെട്ടത് മിച്ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്തായതോ അതൊന്നും കേട്ടില്ല കേട്ടോ. മെഡിസിനൊക്കെ എടുത്തോണ്ട് വന്ന് നമ്മുടെ രവീന്ദ്രന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ മെഡിസിൻ ഒക്കെ കഴിച്ചു കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്കാണ് ദേഷ്യം വന്നിട്ട് ചന്ദ്ര അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. ഇനി എന്നാ ചെയ്യാൻ പറ്റും? ചന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശ്രുതിയും അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ സച്ചി ആണെങ്കിൽ ഇതെല്ലാം കണ്ട് നോക്കിയിരിക്കണം. പിന്നെ ഗുളിക കഴിച്ചതുകൊണ്ട് സച്ചിക്ക് ഒരു ആശ്വാസം. അങ്ങനെ സച്ചി ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മുടെ രേവതി സച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്നു ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ്. 7:30 നമ്മുടെ നയനുടെയും ആദർശിന്റെയും കഥയുമായിട്ട് കാണാം. ബൈ ബൈ.